പിരിയും. അതിനാണ് സാധ്യത കൂടുതൽ. കൊലക്കയറിൽ നിന്ന് പോലും രക്ഷപ്പെട്ടേക്കാമെന്ന്. എങ്ങനെയുണ്ടടി പുതിയ പൊറുതിയൊക്കെ? അതൊന്നും അറിയാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. തോന്നിവാസം പറഞ്ഞാൽ അതിലൊക്കെ ഉണ്ട്, പറഞ്ഞേക്കാം. എന്താ ജോത്സരെ? ഒന്നും അങ്ങോട്ട് കാണില്ല. ആരൂടം മറച്ചിരിക്കുക. മരണവും വേർപിരിയലും ഒക്കെ ആണല്ലോ അറിയേണ്ടത്. സതുദ്ദേശങ്ങളല്ലാത്തോണ്ടാവും. ഒന്നൂടെ നോക്കിയാലോ? കബഡി ഇനി പറയുമെന്ന് തോന്നണില്ല. വേറെ വഴിയുണ്ട്. വെറ്റില കൊണ്ടുവന്നിട്ടില്ലേ? എടുക്കുക. ഇതാ. പിരിയും. അതിനാണ് സാധ്യത കൂടുതൽ. പിരിയാന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഇപ്പൊ തന്നെ അത് കഴിഞ്ഞിരിക്കല്ലേ. ആ പുരുഷൻ ബന്ധനത്തിനും സ്ത്രീ പുറത്തുമല്ലേ, അല്ലേ? അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ജോത്സരെ. അങ്ങ് മുമ്പ് പറഞ്ഞതുപോലെ ബന്ധം വേർപെടുത്തിയാലല്ലേ കാര്യമുള്ളൂ. നോക്കാം. പിരിയാൻ സാധ്യതയുണ്ട്, എന്നാൽ പുനഃസംഗമത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പുനഃസംഗമോന്ന് പറഞ്ഞ വീണ്ടും ഒന്നിക്കുക എന്നർത്ഥം. എന്താ ജോത്സരെ പറയുന്നേ? ലക്ഷണങ്ങളിൽ കാണുന്നതേ ഞാൻ പറയുന്നുള്ളൂ. വേറൊന്നുകൂടി കാണുന്നുണ്ട്. ആള് കാരവാശത്തിന് ഊരിപ്പോലും എന്നാ പറയണേ. എന്ന് പറഞ്ഞ കൊലക്കയറിൽ നിന്ന് പോലും രക്ഷപ്പെട്ടേക്കാമെന്ന്. ഒക്കെ വെറുതെ ആവോ? എന്താ ഇപ്പൊ വേണ്ടേ? ഇവിടത്തേക്ക് തന്നെ അറിയാലോ. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല അല്ലേ? അറിയാലോ. വഴിയുണ്ട്. അതിന് ലേശം ചെലവുണ്ടേ. എന്തു വേണമെന്നങ്ങ് പറഞ്ഞാ മതി. പക്ഷെ അവര് തമ്മിൽ പിരിഞ്ഞാ മാത്രം പോരാ. പിന്നെയോ? ഒരിക്കലും അവൾ ഭദ്രസുഖം അനുഭവിക്കാൻ പാടില്ല. മനസ്സിലായി. മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകള് ദുഃഖിക്കണല്ലേ. പേടിക്കണ്ട, വഴിയുണ്ടാക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ദ്രവ്യം അതത്ര നിസ്സാരമല്ല. എത്ര ആയാലും കുഴപ്പമില്ല. ഇവിടുന്ന് പറയുന്നത് ഞാൻ തരാം. കാര്യം നടത്തി തന്നാ മാത്രം മതി. ശരി, ഇരിക്ക. അമ്മേ മഹാകാളി, എല്ലാം മംഗളാക്കി തരണേ. ഒരു കോഴിയെ ഞാൻ നടക്ക് വെച്ചേക്കാം. ദേവി. കിഴക്ക് വടക്കേ മൂലയിൽ മറ്റാരുടെയും ദൃഷ്ടിയേൽക്കാതെ ഇത് നിക്ഷേപിക്കണം. ഇന്നേക്ക് 13-ാം നാൾ ഇതിന്റെ ഫലം കാണും. 3001 രൂപ വെറ്റില ഇടയ്ക്കോടെ ഉപാസനാ മണ്ഡപത്തിൽ വെച്ച് വെച്ചോളൂ. ബാക്കിയെല്ലാം വഴിപോലെ പറയാം.
ആ എങ്ങനെയുണ്ടടി പുതിയ പൊറുതിയൊക്കെ? അതൊന്ന് അറിയാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. എന്താടി നീ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഞാൻ വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ലേ? കാഞ്ചനാമ്മ എന്തിനാ വന്നത്? നിന്നെ ഒന്ന് കാണാൻ തന്നെ. ആരോടും ഒന്നും പറയാതെ ഇറങ്ങി പോന്നതല്ലേ? അവിടെ നിന്ന് എന്തൊക്കെയാ ചൂണ്ടിക്കൊണ്ട് പോന്നെന്ന് അറിയണല്ലോ. ദേ അനാവശ്യം പറയരുത്. അനാവശ്യോ? ശമ്പളം പോലും വാങ്ങാതെ അല്ലടി നീ ഇങ്ങോട്ട് ഇറങ്ങി പോന്നത്. അതിനർത്ഥം എന്തുവാ? നീ അതിലും വില പിടിപ്പുള്ള എന്തോ അവിടെ നടിച്ചു മാറ്റിന്നല്ലേ? കാഞ്ചനാമ്മ ദേ എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കരുത് കേട്ടോ. തോന്നിവാസം പറഞ്ഞൊരു അതിരൊക്കെ ഉണ്ട്, പറഞ്ഞേക്കാം. അല്ലേ ഒന്ന് നിന്നെ, നാക്കിന് എല്ല് മുളച്ചല്ലോടി. അതെങ്ങനെയാ? സംസർഗ ഗുണം കിട്ടാതിരിക്കോ? എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. മനുഷ്യനെ ഒരിടത്തും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ജീവിച്ചോടി, ജീവിച്ചോ. പക്ഷേ എന്നും ഇതുപോലെ ജീവിക്കണം. വന്നല്ലോ കൊച്ചമ്മ, കണ്ടില്ലല്ലോ എന്ന് മനസ്സിലങ്ങ് വിചാരിച്ചതേ ഉള്ളൂ. അവിടുന്ന് വേലക്കാരിയും കൂടി പൊക്കിക്കൊണ്ട് പോന്നാലേ ഞങ്ങൾ ആരും കഞ്ഞി കുടിക്കത്തില്ലെന്ന് കരുതിയോടി നീ. എന്ത് വശീകരണാടി നിന്റെ കയ്യിലുള്ളത്? ആങ്ങളെയും തൻപാട്ടിലാക്കിയിരിക്കല്ലേടി നീ. കഞ്ചനാമ്മയ്ക്ക് എന്താ വേണ്ടത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണോ? ഞാൻ നിന്നെ കാണാനൊന്നും വന്നതല്ലടി, ദേ ഇവളെ കാണാനാ. ഇവളോട് 4 വർത്തമാനം പറയണമെന്ന് തോന്നി. ഊട്ടിയ കൈക്ക് കൊത്തിയവളല്ലേ, ഒന്ന് വണങ്ങിയേക്കാന്ന് കരുതി. ഊട്ട് കൈക്ക് കൊത്തുന്ന സ്വഭാവം എന്റേതല്ല, അത് നിങ്ങളുടെ സ്വഭാവമാ. ഒരു കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കല്ലേ? ഇത്രയൊക്കെ ആയിട്ടും മതിയായില്ലേ നിങ്ങൾക്ക്? നിർത്തടി. നീ ആരെയാ ചാടിക്കുന്നത്? അടിച്ച് പല്ല് ഞാൻ താഴെയിടും. അതിന് നിങ്ങൾ ഒന്നുകൂടെ ജനിക്കണം. ദേ മേലനങ്ങാതെ ഉണ്ടാക്കിയ പൊണ്ണത്തടിയല്ലേ ഇത്? നല്ലോണം പണിയെടുക്കുന്ന കയ്യാ. പല്ല് തെറിക്കുന്ന എന്റെ ആയിരിക്കില്ല. അതിന്റെ അർത്ഥം നീ എന്നെ തല്ലോന്നല്ലടി. തല്ലുകയല്ല, കൊല്ലുക വേണ്ടത് നിങ്ങളെ. അത്രയ്ക്ക് ദുഷ്ടയല്ലേ നിങ്ങള്? എന്തു പറഞ്ഞടി? ദേ കഞ്ചനാമ്മേ, ഇതെന്റെ വീടാ. ചാട്ടവും തുള്ളലൊന്നും ഈ മുറ്റത്ത് പറ്റില്ല. നിങ്ങൾ എപ്പോഴും അവകാശം പറയുന്ന ഒരു വീടുണ്ടല്ലോ, എല്ലാം അവിടെ മതി. അയ്യേ, അങ്ങനെയാണെങ്കിൽ നിന്റെ പുന്നാര ആങ്ങളെയും കൂടി വിളിച്ചോണ്ട് വന്ന് ഇവിടെ പൊറിപ്പിക്കടേ. അവൻ എന്തിനാ പിന്നെ അച്ചി വീട്ടിൽ വന്ന് അട്ടിപ്പേറി കിടക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടല്ലോ. അങ്ങയുടെ കാശ് കൊണ്ട് 4 നേരം വെട്ടി വിഴുങ്ങുന്നില്ലേ? അയ്യോ, ജോലിയും കൂലിയും ഇല്ലാത്തപ്പോ നീയും അവനൊക്കെ വെട്ടി വിഴുങ്ങിയത് ആരുടെ കാശിലാടി? എന്റെ ഗിരിമോന്റെ കാശിലല്ലേ? ഗിരിയേട്ടനെ എന്റെ ഭർത്താവാ. ഓഹോ, ഭർത്താവോ? എന്നിട്ട് എവിടെയാടിയാ ഭർത്താവ്? കൊണ്ട് കൊലക്ക് കൊടുത്തില്ലടി. കുഞ്ഞെ, ഈ പെണ്ണുമ്പിളോട് വെറുതെ വായിട്ടടിക്കാൻ കുഞ്ഞിന് നാണമില്ലേ? കുഞ്ഞിങ്ങ് വന്നേ. അരിയിൽ നിന്ന് ആശാരിച്ചിയും കടിച്ചിട്ട് നായിക്ക മുറുമുറുപ്പൂന്ന് പറഞ്ഞ പോലെ കാണുവടി. എല്ലാം ഞാൻ നീ കണ്ണോട് കാണും. കാത്തിരിക്കുക ഞാൻ. കാണാം, എന്റെ കണ്ണോട് കാണൂടി. ഇവർക്ക് കാലനില്ലല്ലോ എന്റെ ദൈവമേ. കുഞ്ഞു വാ. എന്റെ ഭഗവതി, എല്ലാം ഭംഗിയായി കലക്കിയേക്കണേ. ഏതായാലും ഇരു ചെവി അറിയാതെ ഞാൻ കാര്യം സാധിച്ചു. ഒരു പൂച്ചയുടെ പോലും കണ്ണ് പെട്ടതുമില്ല. ഒരല്പം എങ്ങാനും താമസിച്ചിരുന്നെങ്കിൽ സംഗതി ആകെ കുഴയും ചെയ്തേന്. അതെന്താ? അപ്പോഴേക്കും എത്തിയില്ലേ മാതിക്കൊച്ചമ്മ, തൊട്ടു പിന്നാലെ രാജകുമാരിയും. എന്നിട്ടെന്താ, ഞാൻ നന്നായിട്ട് അങ്ങ് ഉരുണ്ടു. പക്ഷെ അവള് വിളഞ്ഞ വിത്ത് ആ മാധു. അവൾക്ക് എന്തോ സംശയമുള്ള പോലെ. അവര് കണ്ടുപിടിക്കാൻ മറ്റോ ചെയ്യൂ? അത്രക്കുള്ള ചിന്തയൊന്നും രണ്ടിനും ഇല്ല. മാത്രമല്ല, ഞാൻ മുറ്റത്തെത്തിയ ശേഷമല്ലേ എന്നെ കണ്ടേ തന്നെ. എന്നാലും അവർക്ക് സംശയം കാണില്ലേ? അല്ലാതെ കഞ്ചനാമ്മ അവിടെ ചെല്ലേണ്ട കാര്യമില്ലെന്ന് അവർക്ക് അറിയാലോ. അവിടെ ഇരുന്ന് സംശയിക്കട്ടെ, അതിന് നമുക്കെന്താ? നമ്മളെ കാര്യം സാധിച്ചു, അത്ര തന്നെ. ഇതൊക്കെ ഫലിക്കുമെന്ന് എന്റെ സംശയം. അങ്ങനെ ഒരു സംശയം വേണ്ട. വാരിട്ട് അദ്ദേഹം നേരിട്ട് എന്തെങ്കിലും ചെയ്തിട്ടെന്നാ അത് തന്നെയാ. അറിയാലോ നാരായണിയുടെ ഇളയ മരുമോന്റെ കാര്യം. നാരായണി അവരെ തല്ലിയിട്ടുണ്ടവൻ. എന്നിട്ടൊടുവിൽ എന്തായി? ഒഴിയാപാതയായി കിടന്നിരുന്ന അവൻ പാണ്ടിലോറി കയറിയാ ചത്തത്. ദേ, നീ ഇത് നോക്കിക്കോ. എണ്ണിക്കൊണ്ട് 13 ദിവസം അത്രേ വാരിത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ദേ, പിന്നൊരു കാര്യം, രൂപ 4000 ഞാൻ മുടക്കിയത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാലോ? ഈ കുടുംബത്തിന് വേണ്ടിട്ട്, നമ്മുടെ ഗിരിമോന് വേണ്ടി, ഗംഗമ്മോക്ക് വേണ്ടി. ആ വിചാരമൊക്കെ എന്നും ഉണ്ടാവണം.
അത്രേ ഈ കഞ്ചനമ്മക്ക് പറയാനുള്ളൂ. കഞ്ചനാമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കറിയില്ല എല്ലാം. ഈ അവസ്ഥയിൽ കഞ്ചനാമ്മ കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ ഗതി എന്താവുമായിരുന്നു? ആ ഓർമ്മ ഉണ്ടായ മാത്രം മതി. പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. താൻ പാതി ദൈവം പാതി എന്നാ. നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല. ഞാൻ ഏതായാലും ഇത്രയൊക്കെ ഒപ്പിച്ചു. ഇനി എല്ലാം ഗംഗമോളുടെ കയ്യിലാ. എന്തേ? ഞാനെന്താ ചെയ്യണ്ടേ? ഗിരിമോനെ കാണണം, കണ്ട് സംസാരിക്കണം. സംസാരിക്കാനുള്ളതെല്ലാം നമ്മൾ അവനോട് സംസാരിച്ചതല്ലേ കഞ്ചനാമ്മേ? അവനൊന്നിനും വഴങ്ങിയതുമില്ലല്ലോ. ഇനി എങ്ങനെയാ ഞാൻ? മോളെ, ഇത് പഴയ പോലെ അല്ല. ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തില്ലേ? ഇനി മോള് നോക്കിക്കോ. അവന്റെ മനസ്സ് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. ചെന്ന് സംസാരിക്കേണ്ട താമസേ ഉണ്ടാവുള്ളൂ. ഞാനും വരാം. എന്നാലും ചെയ്ത കർമ്മത്തിന് ഫലം ഉണ്ടാകണമെങ്കിൽ നമ്മളും കൂടി ഉത്സാഹിക്കണം. ഒന്നിന്റെ കൂടി തല്ലും കൂടെ. വാര്യത്ത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ ഇതൊക്കെ ഒന്ന് വേഗം ചെയ്താട്ടെ. നമുക്ക് ഇന്ന് തന്നെ പോകാം. വേഗം നോക്ക്.